നമുക്ക് എബ്രായ ലേഖനം 11 പോകാം. എബ്രായ ലേഖനം 11 അധ്യായം വിശ്വാസവീരന്മാരെ കുറിച്ചാണ് പറയുന്നത്. അനേക വിശ്വാസ വീരന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നു. അവരിൽ പലരും നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ഒരിക്കലും കാണാത്ത വലിയ അത്ഭുതങ്ങൾ ചെയ്തവരാണ്. അവർ ദൈവത്തെ സ്തുതിച്ചപ്പം എരിഹോവ് വീണു, ചെങ്കടൽ പിളർന്നു, അവർ സിംഹങ്ങളെ കൊന്നു. എന്നാൽ നമ്മൾ വായിക്കുന്നു എബ്രായ ലേഖനം 40 വാക്യത്തിൽ, 39, ഇതെല്ലാം അവരുടെ വിശ്വാസ നിമിത്തമാണ് സംഭവിച്ചത്. എന്നാൽ ഇതിൻ്റെ എല്ലാം ശേഷവും ദൈവം വാഗ്ദാനം ചെയ്ത് അവർക്ക് ലഭിച്ചില്ല. കാരണം ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് കരുതിയിരുന്നു. ഞാൻ ആ പദത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എബ്രായ ലേഖനം 11 അവർ വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഈ കാര്യങ്ങളെക്കാളെല്ലാം അത്യുത്തമമായ ഒരു കാര്യമുണ്ട്. ഞാൻ ചിന്തിക്കുന്നു പല ചെറുപ്പക്കാരും എബ്രായ ലേഖനം 11 അധ്യായത്തിൽ പറയുന്ന അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ അവർ ദൈവത്തിൻ്റെ ഒരു വലിയ മനുഷ്യനാണെന്ന് കാണിക്കാൻ. എന്നാൽ ഇവിടെ പറയുന്ന അത്യുത്തമമായത് എന്താണ്? എരിഹോവിൻ്റെ മതിൽ ഇടിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട കാര്യം, അല്ലെങ്കിൽ സൂര്യനെ 24 മണിക്കൂർ ആകാശത്തിൽ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ അധികം, വെറും കൈകൊണ്ടൊരു സിംഹത്തെ കൊല്ലുന്നതിനേക്കാൾ അധികം, അല്ലെ ചെങ്കടൽ പിളർത്തുന്നതിനേക്കാൾ അധികം. നിങ്ങൾ ഈ കാര്യത്താൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ക്രിസ്തീയഗോളം അത്ഭുതങ്ങളും ചെയ്യുന്നതിലും അടയാളം ചെയ്യുന്നതിനാലും പിടിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ 99% വ്യാജമാണ്. എന്നാൽ 99% വിശ്വാസികളും ഇത് വിശ്വസിക്കുകയും അതവർ സത്യമാണെന്ന് കരുതുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില പരസ്യയോഗങ്ങളിൽ ആളുകൾ പുറകോട്ട് വീഴുകയും അവരുടെ കാലുകൾ ദൈവത്തിന് നേരെ കാണിക്കുകയും ആത്മാവിനാൽ വീഴുന്നു എന്നാണ് അവർ പറയുന്നത്. അത് പിശാച് ദൈവത്തെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, നോക്ക് കർത്താവേ, അവർ നിന്നെ മുമ്പിൽ തല കുമ്പിടുന്നതിന് പകരം അവർ നിന്നെ അവരുടെ കാല് കാണിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നവർ ഇത് മനസ്സിലാക്കുന്നില്ല, അവർ ദൈവത്തെ അവമാനിക്കുകയാണെന്ന്. ഇന്ത്യയിലുള്ള ജാതികളായ ആളുകൾക്ക് പോലും അറിയാം, ഒരു മനുഷ്യനെ തൻ്റെ കാല് കാണിച്ചാൽ അവനെ അവമാനിക്കുകയാണെന്ന്. ഞാൻ നിങ്ങളെ ഒരു ഉദാഹരണം കാണിച്ചെന്നുള്ളൂ. ഇതുപോലെയുള്ള അനേക ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് കഴിയും. ഇതുപോലെയുള്ള വഞ്ചന. കാരണം അവർ അത്ഭുതങ്ങളാൽ പിടിക്കപ്പെട്ടവരാണ്. എന്നാൽ ദൈവം നമുക്കായിട്ട് ഒരുക്കിയതിനെ അവർ കാണുന്നില്ല. അതെന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 11 അവസാനത്തെ വാക്യത്തിൽ. ആളുകൾ എബ്രായ ലേഖനം 11 കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, അതിൻ്റെ അവസാനത്തെ വാക്യം മറന്നു കളയരുത്. ഇതിനേക്കാൾ എല്ലാം അധികം നമുക്ക് വേറെ ചിലത് ദൈവം കരുതിയിട്ടുണ്ട്. അത്യുത്തമമായത്, അധികം മെച്ചപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ. നിങ്ങൾ എബ്രായ ലേഖനം പഠിക്കാൻ ശ്രമിച്ചാൽ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അത്യുത്തമം. അധികം നല്ലത്, അധികം നല്ലതെന്ന് പറയുന്നു. അധികം നല്ല മഹാപുരോഹിതൻ ഏതാണ്ട് 13 പ്രാവശ്യം ഇത് പറയുന്നുണ്ട്. ഇവിടെ അധികം നല്ലതെന്ന് പറയുന്നത് എന്താണ് അധികം നല്ലതായിട്ട് നമുക്കുള്ളത്? അതെന്താണ്? ഞാൻ പറയാം. അത് ക്രൂശ് എടുക്കുന്നതാണ്. ആരാ ഇത് മനസ്സിലാക്കുന്നത്? ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നതും സ്വയത്തിന് മരിക്കുന്നതും ഞാൻ കാണിക്കാം. എബ്രായ ലേഖനം എഴുതിയപ്പം അത് ഓരോ അധ്യായങ്ങളായിട്ടല്ല എഴുതിയത്. അധ്യായങ്ങളാക്കിയത് നമ്മുടെ സൗകര്യത്തിനാണ്. അത് തുടർച്ചയായ ഒരു ലെറ്ററാണ്. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഒന്ന് കരുതിയിരുന്നു. അത് നമുക്ക് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം ഉള്ളതുകൊണ്ട് 12:1 അത് പറയുന്നു. എബ്രായ ലേഖനം 11 പറയുന്ന ആളുകളാണ് ആ സാക്ഷികളുടെ കൂട്ടം. എന്താണ് നമുക്കുള്ള നല്ല കാര്യം? മുറുകെ പറ്റുന്ന സകല പാപങ്ങളും വിടാൻ കഴിയും. അതാണ് അധികം നല്ലത്. എല്ലാ പാപത്തെയും വിട്ടുകളയുന്നതാണ് എരിഹോ മതിൽ ഇടിക്കുന്നതിനേക്കാളും സിംഹത്തെ കൊല്ലുന്നതിനേക്കാളും അത്യുത്തമമായത്. അങ്ങനെ നിങ്ങൾ എല്ലാ പാപവും വിട്ടുകളയുന്ന സമയത്ത് നമ്മളെല്ലാ ഭാരവും വിട്ടുകളയുകയാണ്. നമ്മളെ തടയുന്ന ചില ഭാരം, അത് ഒരു പാപമായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്നാൽ അതൊരു തടസ്സമാണ്. നമുക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരു കാര്യം. ആ തടയുന്ന കാര്യങ്ങളെ നാം വിട്ടുകളയുക. അങ്ങനെ ആ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ കഴിയും. യേശുവിനെ മാത്രം നോക്കിയാണ് ഓട്ടം ഓടുന്നത്. ക്രൂശ് വഹിച്ച യേശുവിനെ നോക്കി.
അതാണ് ഏറ്റവും നല്ല കാര്യം. എനിക്കറിയില്ല എത്ര ക്രിസ്ത്യാനികൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. NCCF-ലുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതിനാൽ നിങ്ങൾ പിടിക്കപ്പെട്ടവരാണോ? നിങ്ങളുടെ സ്വയത്തിന് മരിക്കുന്നതാണോ അത്ഭുതം ചെയ്യുന്നതാണോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത്? എന്നോട് അതിൻ്റെ ഉത്തരം പറയാനല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അതിൻ്റെ ഉത്തരമുണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, ഒരു അത്ഭുതം ചെയ്യാനുള്ള അവസരം ഞാൻ തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയത്തിന് മരിക്കുന്ന ഒരു അവസരം. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? നിങ്ങളിങ്ങനെ ചിന്തിക്കും, ഒരു അത്ഭുതം ചെയ്ത് ദൈവത്തിനായിട്ടൊരു വലിയ കാര്യം നിങ്ങൾ ചെയ്തെന്ന്. ഒരു മാഗസിനിലോ ഒരു പേപ്പറിലോ നിങ്ങൾ വലിയ ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നു അത് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന്. ദൈവം നമുക്ക് ഇതിലും അത്യുത്തമമായ ഒരു കാര്യം കരുതിയിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. യേശു ചെയ്തതുപോലെ നമ്മെ തന്നെ നാം ത്യജിക്കുന്നത്, അവമാനം സഹിച്ചുകൊണ്ട്. എങ്ങനെയാണ് നിങ്ങൾ അവമാനം സഹിക്കുന്നത്? യേശുവിന് വേണ്ടി. അതാണ് നല്ല കാര്യം. അനേക ക്രിസ്ത്യാനികൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊരു വിശ്വാസിയായ ആ സമയം മുതൽ യേശുവിൻ്റെ ശിഷ്യനായി നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരപമാനം സഹിച്ച അവസാനത്തെ അവസരം ഏതാണ്? നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരവസരം ഓർമ്മയുണ്ടോ? നിങ്ങൾ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നത് മൂലം ഏതെങ്കിലും തരത്തിലുള്ള അവമാനം നിങ്ങൾ സഹിച്ചത് ഓർമ്മയുണ്ടോ? അതൊരു പക്ഷേ യേശുവിനെ വിശ്വസിക്കാത്ത ചിലരിന്നാകാം. ക്രൂശ് എടുക്കണമെന്നും സ്വയത്തിന് മരിക്കണമെന്നും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു ഭ്രാന്തനാണെന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കാം. എബ്രായർ 11:40 അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതാണ് രക്ഷാപൂർത്തി. അവർക്ക് ആ പൂർണ്ണ രക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് സിംഹത്തെ കൊല്ലാൻ കഴിഞ്ഞു, ചെങ്കടൽ വളർത്താൻ കഴിഞ്ഞു, എരിഹോ മതിൽ തകർക്കാൻ കഴിഞ്ഞു, എന്നാൽ അവർക്ക് രക്ഷാപൂർത്തി പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എബ്രായർ 11:40 പറയുന്ന 2 വാക്കുകൾ. ഏറ്റവും നല്ലത് രക്ഷാപൂർത്തി പ്രാപിക്കുക. ഈ വാക്കുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലതൊന്ന് രക്ഷാപൂർത്തി പ്രാപിക്കുക. അതാണ് എബ്രായ ലേഖനം 11 പറയുന്ന ആളുകൾക്ക് പ്രാപിക്കാൻ കഴിയാതെ പോയത്. അതാണ് ദൈവം നമുക്കായിട്ട് കരുതി വെച്ചത്. ആ ക്രൂശ് വഹിക്കുന്നതാണ് ഏറ്റവും മെച്ചമായ കാര്യമെന്ന് നാം കാണുന്നില്ലെങ്കിൽ, അങ്ങനെ നമ്മളെ രക്ഷാപൂർത്തി പ്രാപിക്കുന്നില്ലെങ്കിൽ, അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നാം പുതിയ നിയമം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുത്തും. ഞാൻ നിങ്ങളെ അപ്പോസ്തലപ്രവൃത്തി 17 പറയുന്ന ഒരു ചെറിയ വാക്യം കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവരല്ലാത്തതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളിലുള്ള ആളുകളോട് ഈ കാര്യം പറയുന്ന സമയത്ത് അവർ പലർക്കും എഴുത്തും വായനയും അറിയുന്നവരല്ല. ഞങ്ങളുടെ ഗ്രാമങ്ങളിലുള്ള പല പ്രായമായ സഹോദരിമാർക്കും എഴുത്തും വായനയും അറിയില്ല. മറ്റാരെങ്കിലും അവർക്ക് വേദപുസ്തകം വായിച്ചു കൊടുക്കണം, അവർക്ക് എഴുത്തും വായനയും അറിയാത്തതുകൊണ്ട്. അവർക്കിത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അതുകൊണ്ട് തന്നെ ഇല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ബിരുദവും ബിരുദാനന്ത ബിരുദവും ഒക്കെ ഉള്ളവരാണ്. എനിക്കറിയില്ല, നിങ്ങൾ ചിലരെ PhD ഒക്കെ ഉള്ളവരാണ്. എന്തായാലും നിങ്ങളെല്ലാവരും വളരെ വിദ്യാഭ്യാസമുള്ളവരാണ്. അതൊരു വൈകല്യമാണോ? അതൊരു വൈകല്യം തന്നെയാണ്, വളരെയധികം വൈകല്യമാണ്. മത്തായി 11:25 കർത്താവ് പറഞ്ഞു, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വച്ചിരിക്കുന്നതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന്. എന്നാൽ അത് നീ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് അതൊരു വൈകല്യം തന്നെയാണ്. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ബുദ്ധിയില്ലാത്ത ഒരാളല്ല. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഞാൻ ബുദ്ധിയുള്ള ഒരാളായിട്ടാണ് ജനിച്ചത്. ഞാൻ അങ്ങനെ ആണ് ജനിച്ചത്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ജ്ഞാനമുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ വെളിപാടുകൾ ഇല്ലാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിന്റെ വചനം പറയുന്ന ജ്ഞാനികളിൽ നിന്ന് വിവേകികളിൽ നിന്ന് ഇത് മറച്ചു വച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു, നീ ഇത് മനസ്സിലാക്കുക, നിന്റെ ജ്ഞാനം ദൈവവചനം മനസ്സിലാക്കുന്നതിന് നിന്നെ സഹായിക്കില്ലെന്ന്. എന്നാൽ നീ ഒരു ശിശുവിനെ പോലെ ആയിരിക്കാൻ കഴിയും. നിസ്സഹായതയോടെ ആശ്രയിക്കുക, അംഗീകരിക്കുക, നിത്യജീവനെക്കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ലെന്ന്. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ല, അത് അംഗീകരിക്കുക. ചിലപ്പം സയൻസും ഇംഗ്ലീഷും ഒക്കെ നിനക്കറിയാമായിരിക്കും, മിലിറ്ററിയിലുള്ള യുദ്ധത്തെ പറ്റിയൊക്കെ. അത് പ്രധാനപ്പെട്ട കാര്യമല്ല. നിനക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ഒരു കാര്യത്തെക്കുറിച്ചും അറിവില്ല. ദൈവത്തിൻ്റെ പൂർണ്ണ സ്നേഹത്തെക്കുറിച്ച്, ആന്തരിക വിശുദ്ധിയെപ്പറ്റി ഈ കാര്യമൊന്നും നിനക്കറിയത്തില്ലെന്ന് അംഗീകരിക്കുക. ഒരു ശിശുവിനെ പോലെ നിസ്സഹായതയോടെ എങ്ങനെ ദൈവത്തെ ചാരണമെന്ന് നിനക്കറിയില്ല.
അതുകൊണ്ട് ഒരു ശിശുവിനെ പോലെ നീ ദൈവവചനം വായിക്കുക. നിസ്സഹായതയോടെ നീ എല്ലാ ദിവസവും എന്നെ ആശ്രയിക്കുക. അങ്ങനെയെങ്കിൽ ജ്ഞാനം എന്ന വൈകല്യം നിനക്കുണ്ടെങ്കിലും എൻ്റെ വചനം നിനക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെയാണ് ഞാൻ ദൈവവചനത്തെ സമീപിക്കുന്നത്. ദൈവവചനത്തിലേക്ക് പോകുമ്പോൾ എല്ലാ സമയത്തും ഞാനിത് അംഗീകരിക്കും. നിന്റെ വചനത്തെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയില്ല. ലോകപ്രകാരമുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി അറിയാം. എന്നാൽ നിന്റെ വചനത്തോട് അടുക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇപ്പം ജനിച്ച ഒരു ശിശുവിനെ പോലെയാണ്. ഇപ്പം ജനിച്ച ശിശുവിന് എന്ത് അറിയാം? അവൻ ABCD പോലും അറിയില്ല. ഇപ്പം ജനിച്ച ഒരു ശിശുവിന് രണ്ടും എത്രയാണെന്നും അറിയില്ല. ദൈവവചനത്തെ അങ്ങനെ തന്നെ സമീപിക്കുക. ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 17 അധ്യായം 21 വാക്യം. അഥേനയിലുള്ള ആളുകൾ, ശരി, നിങ്ങളെപ്പോലെ തന്നെ വളരെ വിദ്യാഭ്യാസവും അറിവും വിവേകമുള്ളവരാണ്. ഗ്രീസ് ആ കാലത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തത്വചിന്തകരും പണ്ഡിതന്മാരുമുള്ള സ്ഥലമായിരുന്നു. അങ്ങനെയുള്ള ഗ്രീക്കിന്റെ തലസ്ഥാനമായിരുന്നു ഏതൻസ്. റോമാക്കാർ സൈനിക ശക്തിയിൽ ഒന്നാമതായിരുന്നു. എന്നാൽ തത്വജ്ഞാനികൾ ഏറ്റവും ഉണ്ടായിരുന്നത് ഗ്രീസിലായിരുന്നു. അതിൻ്റെ തലസ്ഥാനമായിരുന്നു ഏതൻസ്. അപ്പോസ്തല പ്രവൃത്തി 17:21 പറയുന്നു, അഥാന്യരൊക്കെയും അവരുടെ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത് വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ അല്ലാതെ മറ്റൊന്നും ചെയ്യാത്തവരായിരുന്നു. സഭായോഗങ്ങളും ഇതുപോലെ ആയിരിക്കാൻ കഴിയും. അവിടെ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹത്തോടെ ആളുകൾ വരും, മുമ്പാരും പറഞ്ഞു കേൾക്കാത്തത്. വചനം പറയുന്നവർക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും ആരും കേൾക്കാത്ത ചില കാര്യം പറയാൻ. കാരണം നമ്മൾ ഒരു കൂട്ടം യഥന്യക്കാരോടാണ് സംസാരിക്കുന്നത്, അല്ലാതെ വിവേകമില്ലാത്ത ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള ആളുകളോട് പറയുന്ന പോലല്ല. വിദ്യാഭ്യാസമില്ലാത്തവർ, നാം യഥന്യക്കാരോടാണ് സംസാരിക്കുന്നത്. അവരെപ്പോഴും പുതിയ കാര്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അവർ പുതിയ കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ആളുകളിൽ മതിപ്പുളവാക്കണമെന്ന് പ്രസംഗിക്കുന്നവരാഗ്രഹിക്കുന്നു. ഞാനെന്തോ കഴിവുള്ളവനാണ്, ഞാനൊരു അധന്യക്കാരനാണ്. സഹോദരന്മാരെ ശ്രദ്ധിക്കുക. സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, NCCFലുള്ള നിങ്ങൾ വളരെ അപകടത്തിലാണ്. ഒരു ശിശുവിനെ പോലെ ആയിരിക്കുക. ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കട്ടെ, നിങ്ങൾക്ക് വൻ കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന്. സാരമില്ല. എന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ എൻ്റെ ആരംഭ സമയത്ത് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇന്ന് ഞാനത് വിട്ടുകളഞ്ഞു. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എപ്പോഴും പുതിയ കാര്യം പറയാനല്ല, ആളുകളെ സഹായിക്കുന്ന കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അവരെ അനുഗ്രഹിക്കുന്ന കാര്യം. ഒരുപക്ഷെ അടുത്ത 20 വർഷം ഒരേ ഗുളിക ദിവസം 3 പ്രാവശ്യം എടുക്കുന്നത് പോലെ തന്നെ. അതാണ് സൗഖ്യം നൽകുന്നതെങ്കിൽ 3 നേരം 20 വർഷം അത് തന്നെ എടുക്കാം. 20 കൊല്ലം കൊണ്ടാണ് സൗഖ്യം കിട്ടുന്നെങ്കിൽ അതുവരെ. ഇവിടെ പറയുന്നു, രക്ഷാപൂർത്തി പ്രാപിക്കുക. ഈ അത്ഭുതങ്ങളെക്കാളെല്ലാം മെച്ചപ്പെട്ട ഒരു കാര്യം. ക്രൂശ് എടുക്കുക, നിങ്ങളെ തന്നെ നിഷേധിക്കുക, അപമാനം സഹിക്കുക. അതാണ് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് പൂർണ്ണതയിലേക്ക് പോകുന്നത്. എബ്രായർ 12:2 പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. എൻ്റെ വിശ്വാസം പൂർത്തീകരിക്കുന്നതിനെ അനുഗമിക്കണം. എനിക്ക് വിശ്വാസമുണ്ട്. 61 കൊല്ലം മുമ്പ് ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. എന്നാൽ അത് പൂർണ്ണമല്ല. പൂർണ്ണമായിട്ടും ഞാനൊരു ശിശുവിനെ പോലെ ആകുകയും അവനിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും ചെയ്യുമ്പം, കൂടുതൽ ഞാൻ ഒരു വൃക്ഷത്തിൽ നിൽക്കുന്ന ഒരു കൊമ്പ് നിസ്സഹായതയോടെ ആ വൃക്ഷത്തെ ആശ്രയിക്കുന്ന പോലെ എൻ്റെ വിശ്വാസം കൂടുതൽ പൂർണ്ണമാകും. കൂടുതൽ ഞാൻ ജ്ഞാനമുള്ളവനാണെന്നും എനിക്ക് എത്ര ബൈബിൾ അറിയാമെന്നും ചിന്തിക്കുമ്പം, എൻ്റെ പ്രസംഗത്തിൽ കൂടെയും പഠിപ്പിലൂടെയും ആളുകളിൽ കൂടുതൽ മതിപ്പുളവാക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുമ്പം എൻ്റെ വിശ്വാസം പൂർണ്ണമാകുന്നില്ല. എൻ്റെ ആശ്രയം ദൈവത്തിലല്ല, എന്നിൽ തന്നെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് ഞാൻ ആഗ്രഹിക്കത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത ഉപദേശമല്ല, അല്ല. അത് നിരന്തരമായി എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. അത് തന്നെയാണ് ക്രൂശ്. ക്രൂശിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമാകുമ്പം നമ്മൾ മരിക്കും. ഗലാത്യലേഖനം 6:14 പൗലോസ് തൻ്റെ മരണത്തെക്കുറിച്ച് അവിടെ പറയുന്നു, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശ് പൗലോസിൻ്റെ ജീവിതത്തിൽ ആ വേല പൂർത്തീകരിച്ചു. ലിവിങ് ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മരിച്ച വ്യക്തിക്ക് ഈ ഭൂമിയിൽ എത്ര താല്പര്യമുണ്ട് അത്ര താല്പര്യം മാത്രമേ എനിക്ക് ഈ ഭൂമിയോടുള്ളൂ. ഞാൻ ഈ കാര്യം ധ്യാനിച്ചിട്ടുണ്ട്. കർത്താവേ, എനിക്ക് സത്യമായിട്ട് ഇത് പറയാൻ കഴിയുമോ? ഒരു മരിച്ച മനുഷ്യന് ഈ ഭൂമിയോടുള്ള താല്പര്യം മാത്രമേ എനിക്ക് ഈ ഭൂമിയോടുള്ളൂ? എൻ്റെ ഉത്തരവാദിത്വം വിട്ടുകളയുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവം എനിക്ക് തന്നതിനെ എല്ലാം ഞാൻ സ്വീകരിച്ചു. അതിൽ കൂടുതൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയോ ആശിക്കുന്നോ ഇല്ല.
മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ എനിക്ക് ആവശ്യമുള്ളത് വേണം, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾക്കായിട്ട്. എന്നാൽ ഞാൻ ഏതെങ്കിലും കാര്യത്തിന് പിന്നാലെ ഓടാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഞാൻ പറയുന്നത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കരുതെന്നല്ല. നിങ്ങളുടെ ജോലിയിൽ എല്ലാ വിധത്തിലും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം. ജീവിത ചെലവുകൾ കൂടുകയാണ്, നിങ്ങൾക്ക് കൂടുതൽ പണത്തിൻ്റെ ആവശ്യം വരും. എന്നാൽ അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങളുടെ താല്പര്യം അതിൽ ആയിരിക്കരുത്. അത് നിങ്ങളുടെ ലിസ്റ്റിൻ്റെ അവസാനം ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആഗ്രഹം യേശുവിനെ പോലെ ആകുന്നതായിരിക്കണം. നിന്ന സഹിച്ചുകൊണ്ട് യേശുവിൻ്റെ ക്രൂശ് എടുത്ത് അവൻ്റെ പിന്നാലെ പോകുന്നത്, അതാണ് ഏറ്റവും നല്ലത്. യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എന്നോട് പറയണം, അത് തന്നെയാണ് ആ നല്ല കാര്യം. വിശ്വസിക്കുക. അതിലും ഉത്തമമായ കാര്യം ഒന്നുമില്ല. ലോകത്തിലെ നല്ല കാര്യങ്ങൾ എൻ്റെ ശത്രുവായി മാറാം. ഇംഗ്ലീഷിലുള്ള ഈ പഴഞ്ചൊല്ല് നിങ്ങൾക്കറിയാമോ? ഏറ്റവും നല്ലതിൻ്റെ ശത്രുവാണ് നല്ലത്. അത് മോശം കാര്യമല്ല, നല്ലതാണത്. എന്നാൽ അത് ഏറ്റവും നല്ലതിൻ്റെ ശത്രുവാണ്. അത് ക്രൂശ് എടുക്കുന്നതാണ്, അങ്ങനെ പൂർണ്ണനാകുന്നതിൻ്റെ. കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചു. നമുക്ക് മത്തായിയുടെ സുവിശേഷം 26 പോകാം. ഇവിടെ 26 വാക്യത്തിൽ യേശു അപ്പം കയ്യിലെടുത്തു, അതുപോലെ പാനപാത്രവും. മത്തായി 26. തുടർന്ന് വായിക്കുമ്പോൾ നാം വായിക്കുന്നു, യേശു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. അവരോട് പറഞ്ഞു, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾക്കായിട്ട് തകർക്കപ്പെട്ടതാണ്. അതിനുശേഷം അവൻ പാനപാത്രം എടുത്തു. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് യേശു പുതിയ നിയമത്തെക്കുറിച്ച് പറയുന്നത്. ഇത് പുതിയ നിയമത്തിൻ്റെ രക്തമാണ്. ലൂക്കോസിന് സുവിശേഷം പറയുന്നുണ്ട് പുതിയ നിയമത്തിൻ്റെ രക്തം. ഈ ഒരു പ്രാവശ്യം മാത്രമേ യേശു പുതിയ നിയമത്തിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. പുതിയ നിയമ ക്രിസ്തീയ കൂട്ടായ്മ, NCCF, നിങ്ങൾക്കറിയാമോ ഇവിടെ മാത്രമാണ് യേശു പുതിയ നിയമത്തെക്കുറിച്ച് പറയുന്നതെന്ന്. അവൻ അപ്പം നുറുക്കുന്ന സമയത്ത് അവൻ തൻ്റെ ക്രൂശിനെ പറ്റി സൂചിപ്പിക്കുമ്പോൾ അതിലവൻ മരിക്കാൻ പോകുന്നതിനെക്കുറിച്ച്, ആ സമയത്ത് മാത്രമാണ് അവൻ പുതിയ നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ദൈവവചനത്തിൽ നോക്കുക, ഇതെൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തമാണ്, അനേകരുടെ പാപമോചനത്തിനായിട്ട് ഈ രക്തം ചൊരിയപ്പെടുന്നു. പിതാവിൻ്റെ രാജ്യം വരുമ്പോൾ മാത്രമേ ഇനി ഞാൻ ആ പാനപാത്രം ഒന്ന് കുടിക്കുകയുള്ളൂ. അതുപോലെ അവരൊരു പാട്ടുപാടി ഒലിവുമലയിലേക്ക് പോയി. അതെന്നെ പിടിച്ചു. അവൻ ദുഃഖത്തോടെ ഞാൻ മരിക്കാൻ പോവുകയാണ്, അല്ല, ഹാലേലൂയ, ഞാനിപ്പം ക്രൂശിലേക്ക് പോവുകയാണ്. അവനൊരു സ്തോത്രഗീതം പാടിയ ശേഷം ക്രൂശിലേക്ക് പോയി. അടുത്ത പ്രാവശ്യം മരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ സ്തോത്രഗീതം പാടിക്കൊണ്ട് മരിക്കുക. നിങ്ങളെ ഒരാൾ അവമാനിച്ചു, സ്തോത്രം പാടിക്കൊണ്ട് മരിക്കുക. നിങ്ങളെ വഞ്ചിച്ചു, സ്തോത്രം പാടിക്കൊണ്ട് അത് സഹിക്കുക. എപ്പോഴെങ്കിലും മരിക്കാനൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ ഒരു പാട്ട് പാടിക്കൊണ്ട് അത് ചെയ്യുക. അങ്ങനെയാണ് യേശു മറ്റൊരു വേദഭാഗത്ത് പറയുന്നത്. പിതാവ് എനിക്ക് കൽപ്പന തന്നതുപോലെ നമുക്ക് പോകാം. ഒരുവൻ എന്നെ കൊറ്റുകൊടുക്കാൻ പോവുകയാണ്, നമുക്ക് പാട്ട് പാടിക്കൊണ്ട് പോകാം. നാളെ അവൻ എന്നെ ഒറ്റ കൊടുക്കും, അതിനുവേണ്ടി നമുക്കൊരു പാട്ട് പാടാം. എന്തൊരു ജയകരമായ ക്രിസ്ത്യ ജീവിതമാണത്. ക്രൂശ് എടുക്കുക എന്ന് പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം അതാണ്. പഴയ നിയമത്തിൽ ഒരിക്കലും അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവരെ ഉപദ്രവിച്ചവർക്ക് നേരെ എങ്ങനെ പ്രതികാരം നടത്താമെന്നാണ് അവർ എപ്പോഴും ചിന്തിച്ചത്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദും അങ്ങനായിരുന്നു. അവരെല്ലാവരും, നിങ്ങൾ ഏലീശയുടെ മൊട്ടത്തലയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു സിംഹം വന്ന് നിങ്ങളെ തിന്നുകളയുമായിരുന്നു. അങ്ങനെ ആയിരുന്നു അത്. മൊട്ടത്തലയ്ക്കായിട്ട് ദൈവത്തിന് സ്തുതി പാടാൻ കഴിയുമായിരുന്നില്ല. മൊട്ടത്തല ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? ഞാൻ ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുകയാണ്, എൻ്റെ തലയിൽ മുടിയില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഇതുപോലെയുള്ള പല കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്താണ് ശരിയായ ക്രിസ്ത്യ ജീവിതമെന്ന്. ആ ഉത്തമമായ കാര്യം ക്രൂശ് എടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെക്കാൾ നിങ്ങൾ ചെറുതായിരിക്കുന്ന ഏത് കാര്യമാവട്ടെ, ഞാൻ സ്മാർട്ടല്ല, എനിക്ക് ഇതും അതും ഒന്നും ചെയ്യാൻ അറിയില്ല, സഹോദര, അത് സാരമില്ല. നിങ്ങൾ ലോകത്തിനും ലോകം നിങ്ങൾക്കും ക്രൂശിക്കപ്പെട്ടതാണെങ്കിൽ അത് നിങ്ങളെ അല്പം പോലും അസ്വസ്ഥപ്പെടുത്തത്തില്ല. അവർ നിങ്ങളെപ്പറ്റി എന്തു പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എന്തു പറഞ്ഞു, എന്ത് സംഭവിച്ചു? ഒരു മരിച്ച മനുഷ്യന് ഈ ലോകത്തിൽ എന്ത് താല്പര്യമുണ്ട്, ആ താല്പര്യമേ എനിക്കുള്ളൂ. പൗലോസ് പറഞ്ഞു, ഇതിലല്ലാതെ മറ്റൊന്നിലും ഞാൻ ഒരിക്കലും പുകഴരുതെന്ന് പൗലോസ് പറഞ്ഞു. ഗലാത്യർ 6:14 വായിക്കുക. അപ്പം നുറുക്കുന്നതും പാനപാത്രം കുടിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. കർത്താവെ, ഇതിന്ന് അർത്ഥമാക്കിക്കൊണ്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 11 പറയുന്നു, തന്നെ വിധിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. എന്താണിത് പറയുന്നത്? എൻ്റെ സ്വയത്തിന് മരിക്കുക,
പാപത്തിന് മരിക്കുക, ലോകത്തിന് മരിക്കുക. ഗലാത്യ ലേഖനത്തിൽ പറയുന്ന 3 കാര്യങ്ങൾ. ഗലാത്യർ 2:20 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 5:24 ക്രിസ്തുവിനുള്ളവർ ജഡത്തെ ക്രൂശിച്ചിരിക്കുന്നു. മൂന്നാമത് ഗലാത്യർ 6:14 ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അതാണ് ഏറ്റവും നല്ല കാര്യം. നാം ക്രൂശിനെ ധ്യാനിക്കണം. നിങ്ങളെല്ലാവരും ആവശ്യത്തിന് ക്രൂശ് ധ്യാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ആദ്യ നാളുകളിൽ ഞാൻ ക്രൂശിനെക്കുറിച്ച് ധ്യാനിച്ചത് ഇങ്ങനെയായിരുന്നു: യേശു എൻ്റെ പാപത്തിനായിട്ട് മരിച്ചു. ഞാനതിനെപ്പറ്റി വളരെയധികം ധ്യാനിച്ചു. എന്നാൽ യേശുവിനോടുകൂടി മരിക്കേണ്ടതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. അത് പറഞ്ഞു തരാൻ ഒരു ആത്മീയ പിതാവ് എനിക്കില്ലായിരുന്നു. യേശു എനിക്ക് വേണ്ടി ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് തന്നെ സൂക്ഷിക്കാനിടയായി. എൻ്റെ പാപമാണ് യേശുവിനെ ക്രൂശെന്ന് കണ്ടത് എന്നെ രക്ഷിക്കാനിടയായി. അവൻ തന്നെ തന്നെ നൽകിയത് എന്നെ എന്തുമാത്രം സ്നേഹിച്ചിട്ടാണെന്ന് ഞാൻ കണ്ടു. എന്താണ് എനിക്ക് അവന് കൊടുക്കാതെ മാറ്റി പിടിക്കാൻ കഴിയുന്ന ഒന്നുമില്ല. അന്ന് ഞാൻ ധ്യാനിച്ചതെല്ലാം യേശു എനിക്ക് എന്തു ചെയ്തു എന്ന കാര്യമായിരുന്നു. ഈ കാര്യം ഞാൻ ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഞാനും ആ ക്രൂശിൽ മരിച്ചെന്ന് യേശു എന്നെ കാണിക്കുന്നത് വരെ. അതെനിക്കറിയില്ലായിരുന്നു. എനിക്ക് ആ വചനം അറിയാമായിരുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടി മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, യേശു എന്നെ ജീവിക്കുന്നു. ഇതൊക്കെ ഞാൻ ഏറ്റുപറയുമായിരുന്നു. എന്നാൽ അത് സത്യമല്ലായിരുന്നു. ദൈവം എൻ്റെ കണ്ണ് തുറന്ന് അതെന്നെ കാണിച്ച ദിവസം എൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു. അന്ന് നീ ജീവനോടെ ഇല്ലായിരുന്നെങ്കിലും 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. ഉലകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ എൻ്റെ പുത്രനിൽ ഞാൻ ആക്കി. നീയും അവനോടൊപ്പം മരിച്ചു. നീ മരിച്ചു. അത് നീ അംഗീകരിക്കുക. എൻ്റെ പാപമല്ല യേശുവിൻ്റെ ക്രൂശിൽ അവൻ ഇട്ടില്ലേ? എന്തുകൊണ്ടാണ് എൻ്റെ പാപമല്ല യേശു വഹിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നത്? ദൈവവചനം അത് പറയുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ കൂടെ ഞാൻ മരിച്ചെന്ന് വിശ്വസിക്കുന്നത്? ദൈവവചനം അത് പറയുന്നു. അതിലൂടെ യേശു പറയുന്നത് ഇതാണ്: നീയും ഈ ലോകത്തിൽ നിനക്കായിട്ട് ജീവിക്കാൻ പാടില്ല. ലോകം നിനക്ക് മരിക്കണം. അതുകൊണ്ടാണ് നീ യേശുവിനോടുകൂടെ മരിച്ചത്, എൻ്റെ പുത്രനോടുകൂടെ. കർത്താവേ, ഞാൻ ഈ അപ്പവും അതുപോലെ ഈ പാനപാത്രവും ഇപ്പം അംഗീകരിക്കുകയാണ്. ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ നിന്നെ കബളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാര്യങ്ങളുടെ എല്ലാം അർത്ഥം ഒരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായില്ലായിരിക്കാം. എന്നാൽ അതിൻ്റെ ABC എന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ ഒരു മരിച്ച മനുഷ്യൻ ഈ ഭൂമി എങ്ങനെ ആയിരിക്കും അതുപോലെ ആയിരിക്കും എനിക്കും. എല്ലാം എനിക്കറിയില്ല. ഞാനിത് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ അത് കൂടുതൽ വ്യക്തമാണ്. മാനത്തിൻ്റെ കാര്യത്തിൽ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. പണം, ലൗകിക സുഖങ്ങൾ, ഈ 3 കാര്യങ്ങളാണ്. വേദപുസ്തകം പറയുന്നു, അന്ത്യകാലത്തെ മനുഷ്യൻ 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിൽ സ്വയസ്നേഹികളും പണസ്നേഹികളും ഭോഗപ്രിയരുമായിരിക്കും. ഈ മേഖലകളിലാണ് നാം മരിക്കേണ്ടത്. സ്വയത്തിന്, സുഖങ്ങൾക്ക്, അതുപോലെ പണത്തിന്. അതാണ് ലോകം. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. കർത്താവേ, ഇന്ന് അവിടുത്തെ മേശയ്ക്ക് പങ്കാളിയാകുമ്പോൾ ഞാനൊരു പാരമ്പര്യം ചെയ്യുന്നവനല്ല. ഞാൻ എന്നെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ അപ്പം മുറിക്കുന്ന സമയത്ത് അത് വളരെ മൃദുലമാണത്. ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. നമ്മൾ മുറിക്കുന്ന ആ ബ്രെഡ് പലപ്പോഴും ഒന്ന് പിടിച്ചാൽ മതി, അത് മുറിഞ്ഞു വരും. നിങ്ങൾ ബലം പിടിച്ച് വലിച്ചു കീറണ്ട. അത് പ്രയാസമില്ലാതെ നിങ്ങൾക്ക് മുറിക്കാൻ കഴിയും. ഒന്ന് അമർത്തിയാൽ തന്നെ അത് മുറിയും. ഞാൻ കർത്താവിനോട് പറയാറുണ്ട്, എനിക്കും അതുപോലെ ആവണം. എന്നെ മുറിക്കാനായിട്ട് നീ ഒരാളെ അയക്കുമ്പം തന്നെ എന്തെങ്കിലും മോഷ്ടിക്കുകയോ ഏതെങ്കിലും തരത്തിൽ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്യുമ്പോൾ നാം തകരപ്പെടണം. പെട്ടെന്ന് തന്നെ. അത് കട്ടിയുള്ള ഒരു പാറ പോലെ ആയിരിക്കരുത്. ഒരു വലിയ ചുറ്റിക എടുത്ത് അടിച്ച് അനേക മെസ്സേജുകൾ പറഞ്ഞ് അങ്ങനെയല്ല. നമ്മൾ ദൈവത്തോട് പറയുന്ന, കർത്താവ് എന്നെ ഇതുപോലെ മൃദുലമാക്കണേ. നാം ആ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഇതാണ്: നീ രക്തമൊഴുകിയത് എൻ്റെ പാപത്തിനാണ്, മറ്റാരുടെയുമല്ല, എൻ്റെ പാപത്തിനാണ്. ഞാനത് ഗൗരവത്തിലെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതെൻ്റെ ഒരു പാപമായിരുന്നാൽ പോലും നീ നിൻ്റെ രക്തം അതിനുവേണ്ടി ഒഴിക്കുമായിരുന്നു. എൻ്റെ ഒരു പാപം പോലും ഞാൻ ലഘുവായിട്ട് എടുക്കാൻ ഇടയാക്കല്ലേ. ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് നിഗളമാണ്. അതോർത്തിരിക്കുക. അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും പ്രയാസമുള്ള പാപം. നമ്മളിൽ എല്ലാവർക്കും, ഞാൻ എന്നെ ഉൾപ്പെടെയാണ് പറയുന്നത്, ഞാൻ കണ്ടിട്ടുള്ളതിനേക്കാൾ എത്രയോ നിഗളം എന്നിലുണ്ട്.
ഞാൻ ഇതുവരെയും യേശുവിനെ പോലെ ആയിട്ടില്ല. അവൻ പറഞ്ഞു, ഞാൻ താഴ്മയുള്ളവനാകാൻ എന്നെ എനിക്കത് പഠിക്കണം. ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എനിക്കിനി ഒത്തിരി കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. എനിക്ക് ലഭിക്കുന്ന എല്ലാ സാഹചര്യത്തിലും ഞാൻ ക്രൂശ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് പഠിക്കാനായിട്ട് കഴിയുള്ളൂ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ അവൻ തന്നെ താഴ്ത്തിക്കൊണ്ടാണ് ക്രൂശിലേക്ക് പോയത്. നിങ്ങളെ താഴ്ത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്രൂശിലേക്ക് പോകാൻ കഴിയില്ല. അവൻ തന്നെ താഴ്ത്തിയെന്ന് ഫിലിപ്പിൽ 2 പറയുന്നു. അവനൊരു ദാസനായി ക്രൂശിലെ മരണത്തോളം അവൻ തന്നെ താഴ്ത്തി. ഞാൻ കർത്താവിൻ്റെ മേശയോട് അടുക്കുമ്പം ഞാൻ ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഞാനൊരു പാട്ട് പാടുകയാണ് അതിൻ്റെ അവസാനം. അവനൊരു സ്തോത്രഗീതം പാടിയതിന് ശേഷമാണ് അവൻ ക്രൂശിലേക്ക് പോയി. ഞാനത് സ്നേഹിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയോളം വേദപുസ്തകത്തിൽ ഈ ഒരു ഭാഗത്തല്ലാതെ അവൻ പാട്ട് പാടിയതിനെക്കുറിച്ച് പറയുന്നില്ല. അത് ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനത്തിലല്ല, ഒരത്ഭുതം ചെയ്തതിന് ശേഷമല്ല. ഇവിടെ ഒരാൾ സൗഖ്യമാക്കിയിരിക്കുന്നു, നമുക്ക് പാട്ട് പാടാം. 5000 പേർക്ക് അപ്പം കൊടുത്തതിന് ശേഷമല്ല നമുക്ക് പാട്ട് പാടാമെന്ന് പറഞ്ഞത്. ഞാൻ മരിക്കാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് നമുക്കൊരു പാട്ട് പാടാം. കുറച്ച് മണിക്കൂറിന് ശേഷം ഞാൻ മരിക്കും, നമുക്കൊരു പാട്ട് പാടാം. ഞാനത് ഇഷ്ടപ്പെടുന്നു. ദൈവം നമുക്കായിട്ട് നല്ലതൊന്ന് കരുതിയിരിക്കുന്നു. അത് നമ്മൾ പൂർണ്ണമാകണമെന്നുള്ളതാണ്. ഒന്നാമത് അപ്പം നുറുക്കിയ ആ ആത്മാവിലേക്ക് നാം വരണമെങ്കിൽ ദൈവത്തോട് പറയുക, ഞാൻ മരിക്കുമ്പോൾ ഒരു പാട്ട് പാടാൻ എന്നെ സഹായിക്കണേ. എൻ്റെ ബഹുമാനം എന്നിൽ നിന്ന് എടുക്കുമ്പം ഒരു പാട്ട് പാടാൻ എന്നെ സഹായിക്കണേ. എൻ്റെ അവകാശം എടുത്ത് മാറ്റപ്പെടുമ്പം, ആളുകൾ എന്നെ കൊണ്ട് മുതലെടുക്കുമ്പം, ഞാനൊരു ക്രിസ്ത്യാനിയായതുകൊണ്ട് ഞാൻ മറുത്ത് പറയില്ലെന്ന് അറിഞ്ഞുകൊണ്ട്, ഞാൻ പോരടിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട്, ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് ജഡരക്തങ്ങളോട് മത്സരിക്കില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്നെ കൊണ്ട് അവർ മുതലെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പാട്ട് പാടും. ഒരിക്കലും ദൈവം അവരെ അനുവദിക്കുകയില്ല എൻ്റെ കഴിവിനപ്പുറത്ത് തന്നെ പരീക്ഷിക്കാൻ. ദൈവവചനത്തിൽ അങ്ങനെ ഒരു വാഗ്ദാനമുണ്ട്. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത് ഒരിക്കലും ഭയപ്പെടണ്ട, ആ സ്ക്രൂ മുറുക്കുന്നത് ഞാനാണ്. ഞാൻ അനുവദിക്കുന്നതിൽ കൂടുതൽ അവർക്ക് ചെയ്യാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് അവർക്ക് അനങ്ങാൻ കഴിയില്ല. ആരാണ് ഇന്ന് നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നത്? നിങ്ങളുടെ കഴിവിനപ്പുറത്തേക്ക് അത് പോകാതെ വണ്ണം ദൈവത്തിൻ്റെ കയ്യിലാണ് കടിഞ്ഞാൻ. ദൈവം അത് നോക്കിക്കൊള്ളും. അല്ലെങ്കിൽ ലോകത്ത് ജീവിക്കുക അസാധ്യമാണ്. കാരണം എല്ലാവരും എന്നെ കൊണ്ട് മുതലെടുക്കും, അവരെന്നെ പൂഴിയിലേക്ക് ചവിട്ടിത്താഴ്ത്തും. ഇല്ല, അത് അസാധ്യമായ കാര്യമാണ്. നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ അവർ നിങ്ങളെ കൊണ്ട് മുതലെടുക്കുമെന്ന്? നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷിക്കപ്പെടുമെന്ന്? 1 കൊരിന്ത്യർ 10:13 നിങ്ങൾ വിശ്വസിക്കുന്നു? ദൈവം നിങ്ങളെ ഒരിക്കലും അനുവദിക്കുകയില്ല നിങ്ങളുടെ കഴിവിനപ്പുറത്ത്. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മരിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാനത് പരസ്യമായി പറയുന്നത്. ഞാൻ ലോകത്തിനായിട്ട് മരിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ വസ്തുക്കൾക്കായിട്ടോ പണത്തിനായിട്ടോ ആരുമായിട്ടും യുദ്ധം ചെയ്യില്ല. ബന്ധുക്കളായ നിങ്ങൾ എൻ്റെ പ്രോപ്പർട്ടി എന്തെങ്കിലും തന്നില്ലെങ്കിൽ അത് നിങ്ങൾ വെച്ചോളുക. CFCയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ചില മൂപ്പന്മാർ നമ്മൾ പണിത ബിൽഡിങ്ങുമായിട്ട് അവർ സഭ വിട്ടുപോയി, അവരതെടുത്തു, ശരി കൊണ്ടുപോകുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യത്തില്ല. ഈ കാര്യങ്ങളിലുള്ള എൻ്റെ താല്പര്യം ഒരു മരിച്ച മനുഷ്യന് ഉള്ള താല്പര്യം മാത്രമാണ്. മറ്റുള്ളവരുടെ അവകാശത്തിനായിട്ട് ഞാൻ പൊരുതും, എന്നാൽ എൻ്റെ അല്ല. സദൃശവാക്യം 31 പറയുന്നു, അനാഥനു വേണ്ടി ന്യായം നടത്തിക്കൊടുക്കുക, ദരിദ്രനെ ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടോ? സദൃശവാക്യം 31:8-9. ഊമനു വേണ്ടി നിന്റെ വായ തുറക്കുക, എന്നാൽ എനിക്ക് വേണ്ടിയല്ല. അത് ഒരിക്കലും ഞാൻ ചെയ്യില്ല. എന്നാൽ നമ്മൾ ക്രൂശിലേക്ക് പോകുമ്പം നമ്മൾ പാട്ട് പാടും. പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഈ കാര്യം കരുതിക്കൊള്ളുക. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ മേശയിലേക്ക് അടുക്കുമ്പം നാം അത് ചെയ്യണം. അങ്ങനെ നമ്മളിൽ കൂടെ ദൈവം മഹത്വപ്പെടട്ടെ. ആമേൻ.